നമ്മൾ നട്ടു വളർത്തിയ ഒരു ചെടി വളർന്ന് പൂത്ത് കായ്ക്കുമ്പം കിട്ടുന്ന സന്തോഷം അത് ഏത് രീതിയിലും വേറെ ഒന്നിലും കിട്ടത്തില്ല. അതായത് നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നവരാ, നമുക്ക് നാളെ നമ്മുടെ കൂട്ടിനുള്ളത് ഈ ചെടികളായിരിക്കും. പേര് ഡോക്ടർ ഹരി മുരളീധരൻ. ഞാൻ ഫോർമർ സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു ഹാരി ഗ്രൂപ്പിൻ്റെ. ഞാനൊരു 13 വർഷമായിട്ട് ഫാമിങ് സ്റ്റാർട്ട് ചെയ്തു. അതും പഴങ്ങൾ മാത്രമാണ്. ഇപ്പം ഒരു 1500ഓളം വിദേശ പഴങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ 1500 എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിൻ്റെ ഏരിയ വളരെ കുറവാണ്. 60 സെൻറ്റിനകത്താണ് ഞാനൊരു 800ഓളവും, ബാക്കി എൻ്റെ പിന്നെ ഗ്രീൻ ഹൗസ് ഉണ്ട്, അവിടെയും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കറക്റ്റ് നോക്കിയ ഒരു 800ലധികം പഴങ്ങൾ കായ്ച്ചിട്ട് നമുക്ക് ഈൽഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കളക്ട് ചെയ്തത് എക്സോട്ടിക്കായിട്ട്, അതായത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കലാണ് ക്ലൈമറ്റ് അവിടെ ഉള്ളത്. പിന്നെ ബോണിയോ ഐലൻഡ്, അതായത് ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂരെല്ലാം ചേർന്ന് വരുന്ന അകത്തൊരു ഐലൻഡുണ്ട്. പഴങ്ങളുടെ തോട്ടം എന്ന് അവിടെ അറിയപ്പെടുന്നത്, പഴങ്ങളുടെ ഒരു കൊട്ടയാണിത്. അവിടെ നിന്നുള്ളത്. പിന്നെ വെസ്റ്റ് ആഫ്രിക്ക, ഇവിടെ നിന്നുള്ളതാണ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ഫാമിൽ കായ്ക്കുന്നത്. ദൈനംദിനം മത്സരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സീനിയർ സയൻറ്റിസ്റ്റിൽ നിന്നും അപൂർവ ഇനം ഫലവൃക്ഷങ്ങളുടെ കർഷകനായ ഒരു വ്യക്തിയുടെ ജീവിതയാത്രയാണിത്. തൻ്റെ വീട്ടുപരിസരത്തെ പറമ്പ് പഴങ്ങളുടെ പറുദീസയാക്കിയ ഒരു പ്രകൃതി സ്നേഹി. ചുരുങ്ങിയ സമയം കൊണ്ട് 1000-ൽ പരം അപൂർവ ഫലവൃക്ഷങ്ങൾ നട്ടുവളർത്തിയും പക്ഷികൾക്കും ചെറുജീവികൾക്കും അവരുടേതായ ഒരു ഗ്രാമം മെനഞ്ഞെടുക്കുകയും ചെയ്തു ഡോക്ടർ ഹരി. പഞ്ചസാരയുടെ 10,000 മടങ്ങ് മധുരമുള്ള ആഫ്രിക്കൻ ട്രൈബൽ മേഖലയിൽ കണ്ടുവരുന്ന ടൊമാറ്റോകോക്കസ് ഫ്ലേവസ്, മധുരത്തിൽ 2ാം സ്ഥാനത്തുള്ള കദംബ, IUCNന്റെ വംശനാശ ഭീഷണി നേരിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങയായ മാഞ്ചിഫെറ പജാങ്, ആമസോൺ മഴക്കാടുകളിലെ ഇൻക പീനട്ട്, കഴിച്ചാൽ ശരീരത്തിൽ സുഗന്ധം പരത്തുന്ന കെപ്പൽ പഴം, ലോകത്തിലെ 2ാമത്തെ വലിയ പഴമായ ജംഗിൾ സൂപ്പ്, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന റെഡ് പൈനാപ്പിൾ, ഇങ്ങനെ 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള ഫലവൃക്ഷങ്ങളുടെ ഒരു അപൂർവ ശേഖരമാണ് ഡോക്ടർ ഹരി തൻ്റെ തോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വിദേശ ഇനങ്ങൾക്ക് പുറമെ അദ്ദേഹം 8.5 വർഷത്തെ പരിശ്രമത്താൽ സ്വന്തമായി ഒരു ചെറി വികസിപ്പിച്ചിട്ടുണ്ട്. ഗ്രീൻ ഗ്രാമ സ്വീറ്റ് 17 പ്ലം ചെറി ഞാൻ 8.5 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, ആപ്പിൾ ചെറി അല്ലെങ്കിൽ അസറോള എന്ന് പറയുന്ന പുളിയൻ ചെറിയാണ് ആദ്യകാലങ്ങളിൽ എനിക്ക് ഒരുപാട് നഴ്സറിയിൽ നിന്ന് കിട്ടി. മധുരമാണെന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ പുളിയാവും. അങ്ങനെ ഞാനൊരു 12 ബ്രീഡുകൾ ക്രോസ് ബ്രീഡ് ചെയ്തെടുത്താണ്. 17 എന്ന് പറയുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന മധുരത്തിൻ്റെ യൂണിറ്റ്. ഗ്രീൻ ഗ്രാമ സ്വീറ്റ് 17 ബ്രിക്സിൻ്റെ പ്ലമ്മിൻ്റെ രുചിയുള്ള, അതായത് പ്ലമ്മിൻ്റെ രുചി കൂടെ കയറി വരും. പിന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഈ ചെടിയുടെ വളർച്ച ഏത് ചെടിയും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ എൻ്റെ ഫാമിലെ പഴങ്ങളൊന്നും ഞാൻ വിൽക്കാറില്ല. ഫസ്റ്റ് പ്രിഫറൻസ് കിളികൾ, സെക്കൻഡ് വരുന്നവർ കഴിക്കും, പിന്നെ അങ്ങനെ അങ്ങ് പോകും, നമ്മളും വരച്ച് കഴിക്കും, ഇത്രയേ ഉള്ളൂ. ചെടികൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങളടങ്ങിയ ജൈവവളമായ ജീവാമൃതമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ജീവാമൃതം സുഭാഷ് പലേക്കർ ജീവാമൃതമാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത്. നമ്മൾ ചാണകത്തിൽ പയറിൻ്റെ പൊടി, ചിതൽപുറ്റിലെ മണ്ണ്, നല്ല ആരോഗ്യമുള്ള കെമിക്കൽ ഉപയോഗിക്കാത്ത മണ്ണ്, ശർക്കര, പഴവർഗ്ഗങ്ങൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ആദ്യകാലങ്ങളിൽ ഞാൻ വളർത്തിയ സമയത്ത് എല്ലാം ജീവാമൃതമാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗ്രോത്തും ഉണ്ട്. കാരണം മണ്ണെന്ന് പറഞ്ഞാൽ മൈക്രോബിയൽ അണുക്കൾ കൊണ്ട് സമ്പുഷ്ടമായാലേ അതിനൊരു എനർജി കിട്ടൂ, ലൈവ് എന്ന് പറയും. വിദേശ വൃക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ ഇടം പിടിക്കുന്നത് തദ്ദേശ വൃക്ഷങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന് ആകുലപ്പെടുന്നവരോട് ഡോക്ടർ ഹരിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള കശുമാവ് തൊട്ട് റംബൂട്ടാൻ തൊട്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന തെങ്ങ്, പല സാധനങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തർ കൊണ്ടുവന്നതാണ്. അവർ കൊണ്ടുവന്ന സാധനം, ഇപ്പം ഞങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ നാളെ ഗവൺമെൻറ് ഏറ്റെടുത്ത് അവരത് സപ്ലൈ ചെയ്ത് തുടങ്ങും. ഇപ്പോൾ പലതും ചെയ്യുന്നുണ്ട്. റംബൂട്ടാൻ ഉൾപ്പെടെ, പുലാസാൻ ഉൾപ്പെടെ, ലോങ്കൺ ഉൾപ്പെടെ ഇതുപോലുള്ള പഴങ്ങൾ. പിന്നെ ജെനറ്റിക്സ് ഭീഷണി എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ക്വാറൻറ്റൈൻ വരാൻ കാരണം ആ നാട്ടിലുള്ള കീടങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇൻഫെക്റ്റ് ആകുമെന്നൊരു പേടി മാത്രമാണ്. പിന്നെ അടുത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റഡീസിൽ പറയുന്നുണ്ട്, പിന്നെ ചൈനീസ് വൻമതിൽ നിങ്ങൾക്കറിയാം, ഒരേ ചെടി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മതിലിൻ്റെ ഉള്ളത് രണ്ടിൻ്റെ ജെനറ്റിക് സീക്വൻസിന് മാറ്റമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ എഫക്റ്റൊന്നും ഉണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല.
ഞാൻ മുരുകപ്പ ഗ്രൂപ്പിൻ്റെ പ്യാരി ഗ്രൂപ്പിൻ്റെ സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഹെഡായിരുന്നു. അപ്പോൾ ഒരു 18 ടെക്നോളജി അവിടെ ഡെവലപ്പ് ചെയ്തു. ആ സമയത്ത് അമ്മയ്ക്ക് സുഖമില്ല വന്നപ്പം ഞാൻ ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് ഈസി ലേൺ ചാർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാർട്ടിൽ പഴങ്ങളുടെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പം ഒരു 10-40 ഷീറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഒരു 90% പഴങ്ങളും നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചക്ക, മാങ്ങ അതിലങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സോഷ്യൽ മീഡിയയാണ്. ഞാൻ രാത്രി 2-3 മണിക്ക് ഫേസ്ബുക്കിലിരുന്ന് ബ്രസീലിലും ഇക്കഡോറിലൊക്കെയുള്ള പല ആളുകളും എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ ട്രാൻസ്ലേറ്റ്, അതായത് അവരുടെ ഭാഷയിൽ സ്പാനിഷിലും പോർച്ചുഗലിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ തന്ന വിത്തുകളിൽ നിന്നാണ് പലതും ഞാൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. തൻ്റെ വ്യത്യസ്തമായ ആശയവും പ്രവർത്തന മികവും കാരണം നിരവധി അവാർഡുകൾ ഡോക്ടർ ഹരിയെ തേടിയെത്തി. ഒപ്പം രാജ്യത്തുടനീളമുള്ള വാർത്താമാധ്യമ രംഗത്തും അദ്ദേഹം ശ്രദ്ധേയനായി. 2016 തൻ്റെ ഫലവൃക്ഷങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഫേസ്ബുക്കിൽ അദ്ദേഹം ആരംഭിച്ച ഗ്രീൻ ഗ്രാമ എന്ന പേജിൽ പ്രമുഖരുൾപ്പെടെ ആയിരക്കണക്കിന് അംഗങ്ങളാണുള്ളത്. ഈ പേരിലൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. ഓരോ വൃക്ഷങ്ങൾ വളർത്തുന്ന രീതിയും അതിനുവേണ്ട പരിചരണങ്ങളും ആരോഗ്യ ഗുണങ്ങളും തുടങ്ങി നിരവധി വിവരങ്ങൾ ഇതിലൂടെ അദ്ദേഹം ജനങ്ങളോട് പങ്കുവയ്ക്കുന്നു. എല്ലാവരും പ്രൊഫഷണൽസാണ്. ഇപ്പം പല വീടുകളിലും വാർദ്ധക്യമുള്ള അച്ഛനും അമ്മയാണ്. പലർക്കും കൃഷിയോട് താല്പര്യമില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല, കൃഷിയില്ല. എല്ലാവരും ഇത് തിരിച്ചറിഞ്ഞൊരു സമയം കൊറോണ വന്ന സമയത്താണ്. ലോക്ക്ഡൗൺ വന്നപ്പോൾ വീട്ടിലെ പപ്പായ എന്താണ്, മാവ് എന്താണ്, പ്ലാവ് എന്താണ്, എങ്ങനെ പുറത്തിറങ്ങാതെ ഉണ്ടാക്കാം. അതിൽ പിന്നെ നമ്മുടെ നാട്ടിലെ കൃഷി ശരിക്കും എന്നെ തന്നെ ഒരുപാട് പേര് റബ്ബർ കൊണ്ടുവന്നു. റബ്ബർ അല്ല ജീവിതം എന്ന് മനസ്സിലാക്കി. കാരണം റബ്ബർ വിൽക്കാനുള്ള സോഴ്സ് ഒന്നും ഇല്ല. കാരണം പപ്പായ ഉണ്ടെങ്കിൽ അതിട്ട് എന്തെങ്കിലും വെച്ച് കഴിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് റബ്ബർ വെട്ടിയിട്ട് പഴവർഗ്ഗങ്ങൾ കൊമേഴ്ഷ്യലായിട്ട് വെക്കാൻ തുടങ്ങി. അപ്പം ജീവിതം ഒരു സൈക്ലിക്കാണ്. ആദ്യകാലത്തെ കൃഷിയിൽ നിന്ന് കയറി വന്ന നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. അത് ആരൊക്കെ തടഞ്ഞാലും അതിലേക്ക് എത്തിപ്പെടും. മണ്ണും പ്രകൃതിയും മനുഷ്യനും ഒന്നിച്ചു നിന്നാൽ എന്തും സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് ഈ കർഷകൻ. സാമ്പത്തിക ലാഭം മാത്രമല്ല, മറിച്ച് പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കി സഹജീവികൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയെടുക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. നമുക്കന്യമായ ഫലങ്ങളുടെ രുചി നമ്മിലേക്ക് എത്തിക്കാനായി പുതിയ വിദേശ സസ്യങ്ങളെ തേടിയുള്ള യാത്ര ഡോക്ടർ ഹരിമുരളീധരൻ ഇന്നും തുടരുന്നു.